നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ചങ്ങരകുളത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. കക്കിട്ടിപ്പുറം വടക്കേപ്പുരയ്ക്കൽ രാമചന്ദ്രന്റെ വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടറാണ് കത്തി നശിച്ചത്. കുറ്റിപ്പുറത്ത് യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. കുറ്റിപ്പുറം സ്വദേശിയായ റിട്ടയർഡ് എക്സൈസ് ഓഫീസർ താമിയുടെ മകൻ വിപിൻദാസ് ആണ് മരിച്ചത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് അപകടമുണ്ടായത്. പൊന്നാനിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ് തമിഴ്നാട് സ്വദേശി മരിച്ചു. തമിഴ്നാട് ഉളന്തൂർ സ്വദേശി ശങ്കറാണ് കൊല്ലപ്പെട്ടത്. ശങ്കറും സുഹൃത്തും പരശുരാമും തമ്മിൽ മദ്യപിച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഗൂഡല്ലൂർ നടുവട്ടത്തിന് സമീപം തിരൂർ രജിസ്ട്രേഷൻ കാർ അപകടത്തിൽപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അടങ്ങിയ യാത്രക്കാരിൽ പരിക്ക് പറ്റിയവരെ ഗൂഡല്ലൂർ ഊട്ടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് അനുവദിച്ച ലാപ്ടോപ്പ് കൈപ്പറ്റാനെത്തിയ ദളിത് വിദ്യാർത്ഥിനിയെ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞ് അപമാനിച്ചെന്ന് പരാതി. കോട്ടപ്പുറം സ്വദേശി ചോയ്ക്കാട് വാസുവിന്റെ മകൾ വിൻസിയാണ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മേലാറ്റൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വിവിധ ലഹരി മരുന്നുകളുമായി യുവാവ് പിടിയിൽ. തച്ചിനങ്ങാടം ഒറവുംപുറം മദ്രസപ്പടി കിഴക്കുംപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് നിഷാമിനെയാണ് മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി സ്വർണ്ണാഭരണവും പണവും തട്ടിയെടുത്ത കേസിൽ യുവാവ് പിടിയിൽ. തൃപ്പൂണിത്തറ ഉദയംപേരൂർ അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ KC വിനുവും സംഘവും അറസ്റ്റ് ചെയ്തത്. കൊണ്ടോട്ടി കൽപ്പകയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. കീഴ്ശ്ശേരി ആലിഞ്ചുവട് സ്വദേശി കുറുമ്പുറം നിസാർ എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. വള്ളിക്കുന്ന് നിയോജകമണ്ഡലത്തിൽ 278 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. പി അബ്ദുൽ ഹമീദ് MLA വിളിച്ചു ചേർത്ത വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.